കൊല്ലത്ത് നിന്നാണ്. അവിടെ കടക്കലിൽ 300 കിലോ പഴകിയ കോഴിയിറച്ചിയാണ് പിടികൂടിയിരിക്കുന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഓട്ടോറിക്ഷയിൽ വിൽപ്പനയ്ക്ക് എത്തിച്ചതാണ് ഇത്രയും കോഴിയിറച്ചി. അതിന്റെ ഒരു പ്രതികരണത്തിലേക്ക് ആദ്യം. കീറിപ്പറഞ്ഞൊരു ഓട്ടോറിക്ഷയിൽ ഈ സാധനം കൊണ്ടുപോകണ വണ്ടിയെ കണ്ടിട്ടാണ് പോലീസ് കൈയാണിച്ചത്. വണ്ടിക്ക് ഇൻഷുറൻസ് ഒന്നുമില്ല. അങ്ങനെ പോലീസ് സംശയത്തിനത് മൊത്തം നോക്കിയപ്പോൾ വണ്ടിക്കകത്ത് ഈ കോഴിയെ ഡ്രസ്സ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം അത് ഹെൽത്തുകാരെ വിളിച്ച് കാണിച്ച് ഹെൽത്തുകാരെ ടെസ്റ്റ് ചെയ്ത് പരിശോധിച്ച് നോക്കിയപ്പം ഈ സാധനം പഴകിയതാണെന്നും പിന്നെ നിയമത്തിൽ നിന്ന് കൊണ്ടുവന്ന കോഴിയാണ്. കോഴി ഇറച്ചി കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ 1-2 കടകളിൽ, കുമ്മളിൽ 1-2 കടകളിലും, കടയ്ക്കലും, ചടയമംഗലം, ഓയൂര് അങ്ങനെ കുറെ കടകളിൽ കൊടുക്കാനാണ് കൊണ്ടുവന്നത്. സുരേന്ദ്രൻ കൊട്ടാരക്കരയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. സുജിത്ത്, ഇത് ഈ ഓട്ടോറിക്ഷയിൽ എവിടേക്ക് കൊണ്ടുപോവുകയായിരുന്നു? ഏതെങ്കിലും ഷോപ്പിൽ അല്ലെങ്കിൽ ഹോട്ടലിലൊക്കെ വിൽക്കാൻ കൊണ്ടുപോവുകയായിരുന്നു, അതോ മറ്റെന്തെങ്കിലും ലക്ഷ്യമായിരുന്നു? അതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണോ? കൊല്ലം ജില്ലയുടെ വിവിധ ഇടങ്ങളിലെ ഹോട്ടലുകളിലും അൽഫാം, ഷവായി, അതുപോലെ ഷവർമയൊക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടി എത്തിച്ച പഴകിയ ഇറച്ചിയാണ് ഇത് എന്നാണ് മനസ്സിലാക്കിയത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് കടക്കൽ കുമ്മളിൽ ഒരു ഓട്ടോറിക്ഷ എത്തിയത്. ഒരു പഴയ ഓട്ടോറിക്ഷയാണ്. അതിൽ നിന്നും അതീവ രൂക്ഷമായ ദുർഗന്ധം വമിച്ചതോടുകൂടിയാണ് ഈ നാട്ടുകാർ സംഘടിച്ചുകൊണ്ട് ഈ വിവരം കടക്കൽ പഞ്ചായത്ത് അധികൃതരെയും ഒപ്പം തന്നെ ആരോഗ്യവകുപ്പിനെയും പോലീസിനെയും വിളിച്ചറിയിച്ചത്. ആരോഗ്യവകുപ്പ് എത്തി പരിശോധിച്ചപ്പോഴാണ് ഇത് പഴകിയ കോഴിയിറച്ചിയാണ് എന്ന് മനസ്സിലായത്. ഒരു 300 കിലോയോളം തൂക്കം വരുന്ന കോഴിയിറച്ചിയാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. ഡ്രസ് ചെയ്ത കോഴിയായിരുന്നു. പക്ഷേ ഇത് ഉപയോഗയോഗ്യമായവയല്ല എന്നുള്ളത് പരിശോധനയിൽ കണ്ടെത്തുകയുമായിരുന്നു. തുടർന്ന് ഇത് കുമ്മളിൽ തന്നെയുള്ള ഒരു പാറക്വാറിയിൽ എത്തിച്ച് നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള തിരുവനന്തപുരം സ്വദേശി സുരേഷ് കുമാറിനെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ പഞ്ചായത്ത് വിവിധ വകുപ്പുകളൊക്കെ തന്നെ ഇവർക്കെതിരെ ചുമത്തിയിട്ടുമുണ്ട്. ഇത് തിരുവനന്തപുരത്ത് നിന്നും നേമത്ത് നിന്നും എത്തിച്ചതാണെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഈ സുരേഷ് കുമാർ പോലീസിനോടും പറഞ്ഞിട്ടുള്ളത്. വിജയകുമാർ. യെസ്, സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഒരുപക്ഷെ ഇത് ആദ്യമായിരിക്കില്ല ഇത്തരം ഉപയോഗയോഗ്യമല്ലാത്ത, ഉപയോഗശൂന്യമായ കോഴിയിറച്ചി അവിടെ കൊണ്ടുവന്നത്. ഇതിന് നേരത്തെയും കൊണ്ടുവന്നിട്ടുണ്ടാകും. പല ഘട്ടങ്ങളിൽ പല ഹോട്ടലുകളിൽ ഇത് വിൽപ്പന നടത്തിയിട്ടുണ്ടാകും. സുനാമി ഇറച്ചി എന്നൊക്കെ പേരിൽ നേരത്തെയും സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് കൊച്ചിയിലടക്കം പ്രധാനപ്പെട്ട നഗരങ്ങളിൽ. അപ്പോഴത് ആവർത്തിക്കുകയാണ്. അത് എന്ത് നടപടിയിലേക്കൊക്കെ പോകുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊട്ടാരക്കരയിൽ നിന്ന്.